തേങ്ങ അരയ്ക്കാതെ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോര് കറിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. മോര് കാച്ചിയത് തയ്യാറാക്കാൻ 1.5 കപ്പ് പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. തൈരിൻ്റെ കട്ടകളെല്ലാം മുടച്ച് നന്നായിട്ട് അടിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യണം. മോരിൻ്റെ പുളിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അതുപോലെ ഈ കറിക്ക് പുളി കുറച്ച് വേണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇനി ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായാൽ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. മുളക് മൂത്ത് വരുമ്പോൾ ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എരിവിനനുസരിച്ച് പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മോര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. അതുപോലെ കറി തിളയ്ക്കാൻ പാടില്ല, ചൂടായാൽ മാത്രം മതി. ആവി പോലെ വരുന്നത് കണ്ടാൽ സ്റ്റവ് ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. മോര് തിളച്ചാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മോര് കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അലുമിനിയത്തിൻ്റെയും നോൺ സ്റ്റിക്കിൻ്റെയും പാത്രത്തിലൊന്നും തയ്യാറാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.